എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥം ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. സിന്ദൂരാരുണ വിഗ്രഹാം തൃണേനാം മാണിക്യമൗലി സ്ഫുരത് താരാ നായകശേഖരാം സ്മിതമുഖി മാഭീനപക്ഷോരുഹാം. സിന്ദൂരം പോലെ നിറമാർന്നവളും, സിന്ദൂരം പോലെ ചുവന്ന നിറമാർന്നവളും, സിന്ദൂരത്തിൻ്റെ നിറമാർന്നവള്. അരുണം, സിന്ദൂരാരുണ വിഗ്രഹം. അരുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദിച്ചുയർന്ന സൂര്യപ്രഭ എന്നാണ് അർത്ഥം. സിന്ദൂര നിറമാർന്നവളും ഉദിച്ചുയർന്ന സൂര്യൻ്റെ നിറമാർന്നവളുമായിട്ടുള്ള തൃണേനാം, 3 കണ്ണുകളോട് കൂടിയളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. മാണിക്യമൗലീസ്ഫുരത്, മാണിക്യം പതിച്ച രത്നങ്ങൾ ശിരസിൽ ചാർത്തിയവളുമായിട്ടുള്ള അമ്മയെ ഞാൻ സ്മരിക്കുന്നു. താരാ നായകശേഖരാം സ്മിതമുഖി മാഭീനപക്ഷോരുഹാം. അതായത് സ്മിതമുഖി, സദാസമയം മന്ദസ്മിതവദനയായിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. കൂടാതെ എന്താണ്, എല്ലാവർക്കും ആലിംഗന ദർശനം നൽകുന്ന, എല്ലാവർക്കും അനുഗ്രഹവർഷം നൽകുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. പാണിഭ്യാമളി പൂർണ്ണരത്നശൃകം രക്തോൽഫലം ബിഭ്രതീം. ദേവിയുടെ കയ്യിൽ ഒരു അമൃത കുംഭമുണ്ട്. ആ അമൃത കുംഭം എന്ന് പറയുന്നത് ലോകത്തിന് നൽകേണ്ട ജ്ഞാനമാണ്, അറിവാണ് അതിൽ നിറച്ചിരിക്കുന്നത്. അപ്പോൾ ആ അറിവ് നിറച്ച് കയ്യിൽ അമൃത കുംഭമായിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. രക്തോൽഫലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥ രക്തചരണാം ധ്യായേ പരാമംബികാം. അപ്പോൾ ആ അമൃത കുംഭത്തിന് ചുറ്റും വണ്ടുകൾ ഇങ്ങനെ മൂളുന്നുണ്ട് എന്നുകൂടി ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നവളും സൗമ്യ, വളരെയധികം സന്തോഷത്തോടെ സൗമ്യവദനയായിട്ട് ശാന്തസ്വരൂപിണിയായിരിക്കുന്നവളും രത്നഘടസ്ഥ രക്തചരണാം. ദേവിയുടെ കാൽപാദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ദേവിയുടെ കാൽപാദങ്ങൾ ചുവന്ന നിറത്തിലുള്ളതാണ്. അങ്ങനെ ചുവന്ന നിറത്തിലുള്ള ചെമ്പരത്തി പൂവിൻ്റെ നിറത്തോടു കൂടിയ പാദങ്ങളോട് കൂടിയവളുമായിരിക്കുന്ന ദേവിയെ ധ്യാനിക്കുന്നു. പരാമംബിക, പരമമായ പ്രേമത്തെ, പരമമായ ലളിതാ പരമേശ്വരിയെ ഞാൻ ധ്യാനിക്കുന്നു. ധ്യായേ പത്മാസനസ്ഥാം, ഞാൻ ധ്യാനിക്കുന്നു, പത്മാസനത്തിലിരിക്കുന്നവളായിട്ടുള്ള ദേവിയെ ധ്യാനിക്കുന്നു. വികസിതവദന, സദാസമയം മന്ദസ്മിതം കൊണ്ട് മുഖം വികസിച്ച അല്ലെങ്കിൽ മന്ദസ്മിത വദനയായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. പത്മവത്രായ ദക്ഷീം ഹേമാഭാം പീതവസ്ത്രാങ്കരകസ് ദേവപത്മാം വരാംഗീം. അതായത് വളരെ ക്ഷമാശീലയായിരിക്കുന്നവളും വികസിതമായ വദനത്തോടു കൂടിയവളുമായിട്ടുള്ള, പത്മാസനത്തിൽ ഇരിക്കുന്നവളുമായിട്ടുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. കൂടാതെ താമരപ്പൂവിൻ്റെ കണ്ണുകളോട് കൂടിയിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. സ്വർണ്ണ നിറമായിരിക്കുന്ന, സ്വർണ്ണശോഭയോടെ തിളങ്ങുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. സർവാലങ്കാരയുക്താം, ദേവി എങ്ങനെയാണ്? സർവ അലങ്കാരമായിട്ടാണ്, എല്ലാ അലങ്കാരത്തോടു കൂടിയിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. സതതം അഭയതാം, എല്ലാവർക്കും അഭയം നൽകുന്നവളാണ് ദേവി. അപ്പോൾ എല്ലാവർക്കും അഭയം നൽകുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ഭക്തനമ്രാം ഭവാനി, എപ്പോഴാണ് ദേവി അഭയം നൽകുന്നത്? ഭക്തന്മാർ നമ്രാം ഭവാനി, നമ്രാം എന്ന് പറഞ്ഞാൽ നമിക്കുക. ഭക്തന്മാർ എപ്പോഴൊക്കെയാണോ നമിക്കുന്നത് ആ സമയത്ത് മുഴുവൻ ദേവി അവർക്ക് അഭയം നൽകുന്നു, അനുഗ്രഹം നൽകുന്നു. അങ്ങനെയുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ശ്രീവിദ്യ, ദേവി ശ്രീവിദ്യയാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ്, ഐശ്വര്യത്തിൻ്റെ ഉറവിടമാണ് ദേവി. അങ്ങനെയുള്ള ഐശ്വര്യത്തിൻ്റെ ഉറവിടമായിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. ശാന്തമൂർത്തി, വളരെ സൗമ്യശീലയാണ്, ശാന്തസ്വരൂപിണിയാണ്. അങ്ങനെ ശാന്തസ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. സകല സുനിരുതാം, എല്ലാവരും പൂജിക്കുന്നവളാണ്. അതായത് എല്ലാ സർവചരാചരങ്ങളും പൂജിക്കുന്നവളാണ് ദേവി. അങ്ങനെയുള്ള ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു. സർവസമ്പത്ത് പ്രദാത്രി, ദേവി എന്താണ്? സർവസമ്പത്തിൻ്റെയും അധിപതിയാണ്. അങ്ങനെ സർവസമ്പത്തിൻ്റെയും അധിപതിയായിരിക്കുന്നവളും സകലരാലും പൂജിക്കുന്നവളും ശാന്തസ്വരൂപിണിയായിരിക്കുന്നവരും സിന്ദൂര നിറമാർന്നവളുമായിട്ടുള്ള ആ ദേവിയെ ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് ഇവിടെ വിവരിക്കുന്നത്.